വർക്ക് ചെയ്യുമ്പോൾ പ്രശ്നം ടൈം ഇഷ്യൂ ഉണ്ട്. ഇപ്പം ഇങ്ങനെ പറഞ്ഞപ്പം ഫോറക്സ് ആണ്, ടൈം ഇങ്ങനെ 24 hours ഉണ്ട്. അപ്പം സമയം നമ്മുടെ സമയത്തിനനുസരിച്ച് ട്രേഡ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ പേ വിത്ത് ആദ്യം 100 pounds കൊടുത്തിട്ട് ബാക്കിയുള്ളത് പേ വിത്ത് പ്രോഫിറ്റ് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് തോന്നി. അപ്പം ഞാൻ പിന്നെ എന്താണേലും ഒന്ന് നോക്കാന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്തു. മൊത്തത്തിൽ ഇപ്പം നല്ല രീതിയിൽ തന്നെ പോകുന്നത്. എൻ്റെ പേര് കെവിൻ. ഞാൻ തൊടുപുഴ ഇടുക്കിയിലാണ് എൻ്റെ സ്ഥലം. ഞാൻ ഇപ്പം UK ഒരു NHS ടെക്നോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം ഒരു വർഷം ആവുന്നേ ഉള്ളൂ ഞാൻ ഇവിടെ കയറിയിട്ട്. ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു, മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഇരിക്കുമായിരുന്നു. നമ്മൾ ട്രേഡിങ് നേരത്തെ മുതൽ ഇഷ്ടമുണ്ടായിരുന്നു. ഒരു ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കോഴ്സൊന്നും എനിക്കറിയത്തില്ല, ഉണ്ടോ നമ്മളങ്ങനെ വലിയ കാര്യമായിട്ട് അന്വേഷിച്ചില്ല. പക്ഷെ യൂട്യൂബിൽ നിന്നൊക്കെ നോക്കി ചെയ്തോന്ന് ചോദിച്ചാൽ ഇല്ല. അക്കൗണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ റെഡി ആയിട്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ബാങ്ക് കോച്ചിങ്ങിന് പോയി, അങ്ങനെ ബിസി ആയിപ്പോയി. ഇപ്പോൾ ഒരു ഇതായി വന്നു കഴിഞ്ഞപ്പോഴാണ് മില്ലറ്റ് ഡോട്ട്സിനെ ഇങ്ങനെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വർക്ക് ചെയ്യുമ്പോൾ പ്രശ്നം ടൈം ഇഷ്യൂ ഉണ്ട്. ഇപ്പം ഇങ്ങനെ പറഞ്ഞപ്പം ഫോറക്സ് ആണ്, ടൈം ഇങ്ങനെ 24 hours ഉണ്ട്. അപ്പം സമയം നമ്മുടെ സമയത്തിനനുസരിച്ച് ട്രേഡ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ പേ വിത്ത് ആദ്യം 100 pounds കൊടുത്തിട്ട് ബാക്കിയുള്ളത് പേ വിത്ത് പ്രോഫിറ്റ് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് തോന്നി. അപ്പം ഞാൻ പിന്നെ എന്താണേലും ഒന്ന് നോക്കാന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്തു. മൊത്തത്തിൽ ഇപ്പം നല്ല രീതിയിൽ തന്നെ പോകുന്നത്. മില്യം ഡോട്ട്സ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ട്രേഡിങ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തല്ല, ഞാൻ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അന്നിപ്പോ മില്യൺ ഡോട്ട്സ് എനിക്ക് തോന്നുന്നു 2018, 19 യെസ്, തോന്നുന്നു. ആ 17-ലാണ് നമ്മൾ സമയത്താണ് സ്റ്റാർട്ട് തോന്നുന്നു മില്യൺ ചെയ്യുന്നത്. ഡോട്ട്സ് ആയതെന്ന് തോന്നുന്നു. അന്നേരം അതെ. ഞാൻ റീൽസ് നോക്കുമ്പോഴാണെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുകൾ കിട്ടുന്നത് മില്യൺ ഡോട്ട്സിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അന്ന് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ സംസാരിച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ എടുത്തു. എനിക്കിപ്പം 9 to 5 ആണ് വർക്ക്. അപ്പം മെയിനായിട്ട് ഞാൻ രാവിലെ എനിക്കങ്ങനെ സമയം കിട്ടാറില്ല. രാവിലെ ജോലിക്ക് പോകുമ്പോൾ അപ്പം പിന്നെ ഞാൻ ലാപ്പും കൊണ്ട് പോയി തലേദിവസം എല്ലാം ഒന്ന് നോക്കി വെക്കുക എങ്ങനെയൊക്കെയാന്ന്. നമുക്കറിയാലോ, ഈ സമയമാകുമ്പോഴത്തേന് ഇന്ന ക്യാൻഡിൽ ഇങ്ങനെ ഓരോ ക്യാൻഡിലിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഇതെടുത്തിട്ട് ആ ഒരു സമയത്ത് ഒരു അലാറം വെക്കുമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അലാറം വെച്ച് ആ ഒരു ഇത് ആയിക്കഴിഞ്ഞ് കഴിയുമ്പം അത് നോക്കും. പിന്നെ ആദ്യം ഇന്നൊക്കെ പെയർ വേണം അത് നോക്കി കണ്ടുപിടിക്കുമായിരുന്നു. എന്നിട്ട് അലാറം വെക്കും. അലാറം വെച്ച് ആ ഒരു ഇതിന്റെ ചാർട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്ന സമയം ഈ ക്യാൻഡിൽ എന്താണേലും ക്ലോസ് ആവത്തില്ല. അപ്പം അങ്ങനെ ഒരു രീതി നോക്കി അലാറം വെച്ച് ആ ഒരു സമയമാകുമ്പോൾ പിന്നെയും നോക്കും. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഇരിക്കാൻ സമയം കിട്ടാറില്ല. ഇങ്ങനെയൊക്കെ നോക്കും. അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻസ് ഡെമോയിൽ ട്രേഡ് എടുത്തപ്പോഴായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. സോ ഇനിയിപ്പം അത്രയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ എന്താണേലും മാനുവലിൽ തുടങ്ങാന്നുള്ള രീതിയിൽ, ചെറിയ ക്യാപിറ്റൽ ആയാലും തുടങ്ങാന്നുള്ള രീതിയിലാണ് ഇപ്പം നാടിയത്. ഇനിയിപ്പം നാളെ ഇരുന്നതൊക്കെ നോക്കി, തിങ്കളാഴ്ച ഇവിടെ ബാങ്ക് ഹോളിഡേ ആണ്, പക്ഷെ അന്നേരം വർക്കില്ല. അപ്പൊ അന്നൊക്കെ നോക്കി റെഡിയാക്കി ഇരിക്കണം എന്നുള്ള രീതിയിൽ ഇരിക്കുന്നു. ഇനിയിപ്പോ മാനുവൽ ട്രേഡിലൊരു എന്താ പറയാ, ഇത് നമ്മുടെ കയ്യില് സ്ട്രാറ്റജി ഒക്കെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അതൊന്ന് ഡോക്യുമെന്റ് ചെയ്ത് ഒക്കെ ഒന്നാക്കി എടുക്കണം. വെൻഡേഴ്സ് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈവൻ ദോ എനിക്ക് സ്റ്റാർട്ട് ട്രേഡറിൽ കോപ്പി അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കോപ്പി അക്കൗണ്ട്, അതായത് ഞാൻ ചെയ്യുന്ന ട്രേഡുകൾ വേറെ ആൾക്കാർ കോപ്പി ചെയ്യുന്ന ആ ഒരു അക്കൗണ്ടായി പോയി എടുത്തത്. അപ്പൊ അന്നേരം ആണെങ്കിൽ അവിടെ നിന്ന് നിയസ് പ്രോ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ സോർട്ട് ചെയ്ത് പിന്നെ അത് നല്ല രീതിയിലായിട്ടുണ്ടായിരുന്നു. അപ്പം ട്രേഡിങ്ങിന്റെ കാര്യങ്ങൾ മാത്രമല്ല, അല്ലാത്ത ഇങ്ങനത്തെ കാര്യങ്ങളിലും നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു. പിന്നെ എന്താ പറയാ, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മീൻസ് നമ്മളൊരു കാര്യം അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ ആ ഒരു ചിന്തിക്കുന്ന കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്ന ഒരേ രീതിയിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം എനിക്കങ്ങനെ കോഴ്സിൽ ക്ലാസ്സിൽ കയറുമ്പോൾ ആയാലും എനിക്കങ്ങനെ ഒന്നില്ലെങ്കിൽ ചോദിക്കാൻ പറ്റാറുണ്ടാവുന്നില്ല. മീൻസ് അങ്ങനെ വരേണ്ട സാഹചര്യം തീരെ കുറവാണ്. അതിനു മുമ്പ് നമുക്ക് ആൻസർ കിട്ടാറുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കുള്ളത്. കമ്മ്യൂണിറ്റി ഉപയോഗിക്കാറുണ്ട് അല്ലേ? പിന്നെ മെസ്സേജ് അയക്കുമ്പോഴായാലും റിപ്ലൈ വരാറുണ്ട്. മീൻസ് അവരുടെ തിരക്കൊക്കെ അനുസരിച്ച് റിപ്ലൈ വരാറുണ്ട്. ഓക്കെ. സോ വെൻ ഇറ്റ് കംസ് ടു ട്രേഡിംഗ്, നിങ്ങൾ ട്രേഡിങ്ങിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം 4 months ആയി കഴിഞ്ഞു പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങിയിട്ട്. അപ്പം കെവിൻ, ഒബ്വിയസ്ലി ഇപ്പം ഞാനും ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഒരുപാട് ലോസസ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞൊരു 1.5 വർഷമായിട്ടാണ് ഞാൻ പ്രോഫിറ്റബിൾ ആയി വന്ന് തുടങ്ങിയിട്ടുള്ളത്.
സോ ഈവൻ ദോ എല്ലാ ട്രേഡേഴ്സിനും നല്ലൊരു ലോസും നല്ലൊരു പ്രോഫിറ്റൊക്കെ വന്നേക്കാം. അപ്പോൾ സോ കെവിൻ്റെ ഒരു ഹിസ്റ്ററിയിൽ ബിഗ്ഗസ്റ്റ് ലോസ് വന്നിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ ലോസ്? ഇനി അതല്ല, ഇനി റീസെൻ്റ് ആയിട്ട് എടുത്ത പ്രോഫിറ്റ്സ് ആണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു കണക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ ഓർമ്മയില്ല. പക്ഷെ ഞാൻ ആദ്യം ഡെമോയിൽ ബേസിക് ട്രേഡ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെയോ കാണിച്ച് കുറെ ട്രേഡ് തട്ടിക്കൂട്ടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നേരം ആ ഒരു സമയത്ത് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ ഇത് മാർക്കറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പോകുന്നത്. അത് അതിൻ്റെതായ രീതിയിൽ പോകും. അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഒന്ന് ഒപ്പിക്കാതെ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പെർഫെക്റ്റ് എന്നല്ല, എന്നാലും വരുന്നുണ്ട്, നല്ല രീതിയിൽ ഓക്കെ. വരുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ കൺസെപ്റ്റുകളൊക്കെ ആണെങ്കിൽ തന്നെ ആ രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു ഇത് പഠിച്ചുകൊണ്ട് ആ രീതിയിൽ തന്നെ ചെയ്യുന്നോണ്ട് ഇതുവരെ ആ മെത്തേഡിൽ ഒരു ലോസ് എന്തോ വന്നിട്ടുള്ളൂ, ഒരൊറ്റ ലോസ് എന്തോ വന്നിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ളതൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ആയിരുന്നു. ഒത്തിരി ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എടുത്തതൊരു ട്രേഡ് അത്യാവശ്യം നല്ല രീതിയിൽ പൊസിഷൻ സൈസ് ചെയ്ത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എടുത്തിരുന്നത്. തീർച്ചയായും അതിപ്പം ഇവിടുത്തെ രീതിയിലാണെങ്കിലും നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നോക്കണമല്ലോ. അപ്പൊ ഇവിടുത്തെ ചെലവുണ്ട്, നാട്ടിൽ അത്യാവശ്യം നമ്മളിപ്പോ പേരൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയും വേണമല്ലോ. അപ്പൊ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ നമ്മൾ എത്ര പൈസ കിട്ടുന്ന അതിന്റെ 80% നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിന്റെ റെന്റ് പോകുന്നുണ്ട്, ബിൽസ് പോകുന്നുണ്ട്. അപ്പൊ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൂടി കൂടി വരുന്നതേ ഉള്ളൂ. നമുക്കിപ്പം ഇവിടെ ആണെങ്കിൽ എന്താണേലും കാറില്ലാതെ പറ്റത്തില്ല. കാറിന് വർഷം MOT വേണം. അപ്പൊ അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അല്ലാതെ സേവിങ്സ് എന്ന് പറയുമ്പോൾ തീരെ കുറവാണ്. അപ്പം ഒന്നല്ലെങ്കിൽ വേറെ ഒരു സെക്കൻഡ് ജോബ് എടുക്കാം. ഞാൻ അങ്ങനെ എടുക്കുന്നുണ്ട് ഇപ്പൊ സെക്കൻഡ് ജോബ്. അപ്പം ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തീരുവാണ്. അപ്പം ആ സെക്കൻഡ് ജോബ് മാറ്റി ഈ ട്രേഡിങ് ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒത്തിരി നല്ല കാര്യം. കാരണം ഇതിനിപ്പോ നമ്മൾ അതിപ്പോ എന്തോരം നമുക്ക് അതിന് പരിധിയുണ്ട്. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതെ. അതിന് പോകാൻ പറ്റത്തില്ല. അപ്പൊ അതിന് പോയില്ലെങ്കിൽ അതിന് സാലറി കയറത്തില്ല. അപ്പം ഇതിപ്പോ നമ്മള് എന്തോ ഒരു കൂടുതൽ വർക്ക് ചെയ്താലും അവരുടെ ആ ഒരു ഫിക്സഡ് റേറ്റ് തന്നെയാണ് കിട്ടുന്നത്. ഇപ്പം ട്രേഡിംഗ് ആകുമ്പോൾ നമ്മളൊരു ബിസിനസ് പോലെ കണക്കാക്കുവാണെങ്കിൽ നമ്മൾ അതിന് കൂടുതൽ എഫോർട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ നല്ല രീതിയിൽ ഇതാവും. കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് എല്ലാം സെറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല എന്നുള്ള രീതിയിൽ തന്നെ ഇതാക്കുന്നു. ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യും ഞാൻ. എനിക്കിപ്പം ഒന്നാമത്തെ കാര്യം നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 100 പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വലിയ എമൗണ്ട് ആയിട്ട് തോന്നുന്നില്ല. അത് കൊടുത്തിട്ട് ബാക്കി പേ വിത്ത് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു കൺസെപ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതിപ്പം നാളെ ഒരാൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും $1 million തന്നെയേ പറയുള്ളൂ. കാരണം വേറൊരു എനിക്കറിയത്തില്ല, വേറെ ഒന്നും ചിന്തിക്കാൻ ഞാൻ അങ്ങനെ നോക്കിയിട്ട് എനിക്കങ്ങനെ എന്റെ മനസ്സിൽ വരുന്നില്ല വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ. യെസ് യെസ് എന്റെ യെസ്. മനസ്സിൽ ആദ്യം വരുന്നത് $1 million തന്നെയാണ്. ഓക്കെ ഒരാൾ ഓക്കെ. സോ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ.